ഹലോ നമസ്കാരം, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ കുറേ പ്ലാന്റ്സ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക പ്ലാന്റ്സും നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 രൂപ മുതൽ 80 രൂപ വരെ റേറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരിക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്ലാന്റ് സൈസും അതുപോലെ തന്നെ റേറ്റിംഗ് കൃത്യമായിട്ട് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അത് അയച്ച ശേഷമായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് അയച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് കോറൽ വൈൻ പ്ലാന്റ്സ് ആണ്. കോറൽ വൈൻ്റെ 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യത്തെ കളർ വരുന്നത് ഈ കാണുന്ന ഒരു ലൈറ്റ് പിങ്ക് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ലൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കോറൽ വൈൻ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിറയെ തേനീച്ചകളൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരിക. 2 പ്ലാന്റും നമുക്ക് കളറ് തിരിച്ചറിയാനാകും പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റിന് 80 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ലണ്ടാനയുടെ 5 കളേഴ്സാണ്. ലണ്ടാനയുടെ 4 കളർ നമ്മൾ പതിവായിട്ട് സെയിൽ ചെയ്യാറുള്ളതാണ്. ഇപ്പം നമുക്ക് ഡബിൾ കളർ നമ്മൾ ഇടയ്ക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളറാണ് ഡബിൾ കളർ. അതും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് 5ാമത്തെ കളർ വരുന്നത്. വിരിയുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റും അതുപോലെ യെല്ലോയും കൂടെ ചേർന്ന കളറിലാണ് പൂക്കൾ നിൽക്കുക. അത് കംപ്ലീറ്റ് വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു ലെമൺ യെല്ലോ കളറായിരിക്കും പൂക്കൾക്ക് വരിക. അപ്പോൾ ലണ്ടാനയുടെ 5 കളേഴ്സ്, അതായത് വയലറ്റ്, വൈറ്റ്, റെഡ്, യെല്ലോ, ഈ ഒരു ലാസ്റ്റ് കാണിച്ച ഡബിൾ കളർ, ഈ 5 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. 40 രൂപ വീതമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം. അടുത്ത പ്ലാന്റ് വരുന്നത് പനാമ റോസിൻ്റെ ഈ കാണുന്ന ഒരു പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല, എല്ലാ സമയത്തും പൂക്കൾ നിറയെ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ കാണുന്ന ഒരു ഡ്വാർഫ് വെറൈറ്റി ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. നല്ലൊരു പോത്തോസ് വെറൈറ്റിയാണ് സ്ലീപ്പിംഗ് പോത്തോസ്. ഇതുപോലെ ലീഫ് ഇങ്ങനെ കേളിയായിട്ട് നിൽക്കും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹണിസക്കിളാണ്. ജാപ്പനീസ് ഹണിസക്കിൾ എന്നാണ് ശരിയായ പേര് പറയുക. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ പൂക്കൾ പോലെ തന്നെ 3 കളറിൽ 3 ദിവസങ്ങളിലായിട്ടാണ് കാണുന്നത്. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുക. പിന്നീട് കളർ മാറി യെല്ലോ കളറിലേക്ക് വരും. അപ്പോൾ ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് പാസിഫ്ലോറയുടെ ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 3 കളറ് നമുക്ക് പ്ലാന്റ്സ് ആവുന്നുണ്ട്. ഉടനെ തന്നെ ബാക്കി 2 കളേഴ്സ് കൂടി സെയിലിനായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കുറ്റിപ്പിച്ചിയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നല്ല ഭംഗിയിൽ നിറയെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് കുറ്റിപ്പിച്ചി. കുറ്റിപ്പിച്ചി നമ്മൾ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയിൽ ഇട്ടിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ അത്യാവശ്യം നല്ല സൈസോട് കൂടിയ പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. മുട്ടുകളും പൂക്കളും ഇപ്പോൾ കുറവാണ്, മഴയായതുകൊണ്ട് പൂക്കൾ അധികം ഇല്ല. അപ്പോൾ ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. സീസണൽ അല്ല ഈ ഒരു പ്ലാന്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് ലോറോപെറ്റലം പ്ലാന്റ് ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. എല്ലാ സമയത്തും നല്ല ഡിമാൻഡുള്ള
ഒരു പ്ലാന്റാണ് ലോറോപെറ്റലം. ഇലകളും പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് നീർമുല്ല അല്ലെങ്കിൽ റൈറ്റിയ ആണ്. ഇതാണ് നീർമുല്ലയുടെ പൂക്കൾ വരിക. ഇതൊരു വാട്ടർ പ്ലാന്റ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വാട്ടർ ജാസ്മിൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെടികൾ പോലെ തന്നെ മണ്ണിലാണ് ഈ ഒരു പ്ലാന്റും നടേണ്ടത്. ഇതുപോലെ പൂക്കളും താഴേക്ക് കുഞ്ഞു കുഞ്ഞു മണിമുത്തുകൾ പോലെ നിൽക്കും. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അത്യാവശ്യം നല്ല റേറ്റിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതേ സൈസിൽ വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ നമുക്ക് അടുത്തത് 2 ഡ്രസീനിയ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ കാണുന്ന ഒരു ഡ്രസീനിയ പ്ലാന്റ് ആണ്. രണ്ടാമത്തേത് ഈ കാണുന്ന ഗ്രീൻ കളർ കൂടുതലായിട്ട് വരുന്ന ഒരു ഡ്രസീനിയ വെറൈറ്റി. 2 പ്ലാന്റ്സിനും 25 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റെയിൻ ലില്ലി ആണ്. റെയിൻ ലില്ലിയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. വൈറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന പിങ്കും. അപ്പോൾ ഈ 2 കളേഴ്സ് നമ്മൾ കോംബോ ആയിട്ടാണ് ഇത്തവണ സെയിൽ ചെയ്യുന്നത്. റെയിൻ ലില്ലിയുടെ പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ബൾബോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ചട്ടി നിറയെ ആയി തുടങ്ങും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. വൈറ്റും പിങ്കും ആണ് നമുക്ക് സെയിലിനുള്ളത്. ഈ 2 കളേഴ്സും ഒരുമിച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 25 രൂപയാണ് ഈ 2 പ്ലാന്റ്സിനുമായിട്ട് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വയലറ്റ് എക്സോറയാണ്. നല്ല ഡാർക്ക് വയലറ്റിലേക്ക് മാറുന്ന പൂക്കളാണിത്. അപ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല കളറ്. ഇതും ഒരു സീസണൽ പ്ലാന്റ് അല്ല. നമുക്ക് നിറയെ പൂക്കൾ തരുന്ന, എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് യുജീനിയ പ്ലാന്റ്സ് ആണ്. യുജീനിയയുടെ ഈ കാണുന്ന ബോക്സ് ടൈപ്പ് യുജീനിയാണ് ആദ്യത്തേത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് എത്തുന്നത്. രണ്ടാമത്തേത് നമ്മൾ നോർമൽ യുജീനിയ പ്ലാന്റ് ആണ്. റെഡ് കളറിൽ ലീഫ് വരുന്ന യുജീനിയ പ്ലാന്റ്. അപ്പോൾ ഈ 2 ടൈപ്പും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. 60 രൂപ വീതമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. അഗ്ലോണിമയുടെ 2 വെറൈറ്റി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യത്തേത് ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഗ്രീനും അതുപോലെ തന്നെ നല്ല ഡാർക്ക് യെല്ലോ കളറൂടെ ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ്. 2 പ്ലാന്റ്സിനും 80 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റിയോ പ്ലാന്റ് ആണ്. റിയോ ഗോൾഡൻ ആണിത്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ലീഫിന് വരിക. നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ്. അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. 25 രൂപയാണ് റിയോ പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ്. ഈ ഒരു ടൈപ്പ് മാത്രമേ ഫിറ്റോണിയയിൽ നമുക്ക് സ്റ്റോക്കുള്ളൂ. ഇതാണ് സൈസ് വരിക. 25 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ്റെ പൂക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതായത് വിരിയുന്ന സമയത്ത് നല്ല ഡാർക്ക് വയലറ്റിൽ നിന്ന് പിന്നീട് കൊഴിയുന്ന സമയത്തേക്ക് അതൊരു ലൈറ്റ് കളറിലേക്ക് മാറും. ഇതാണ് ഗാർലിക് വൈൻ്റെ പൂക്കൾ വരിക. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. വെളുത്തുള്ളിച്ചെടി എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് പെറ്റൂണിയ പ്ലാന്റ് ആണ്. നാടൻ പെറ്റൂണിയ ആണിത്. എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ കാണാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ്. ഇത് നാടൻ വെറൈറ്റി ആണ്. നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത പ്ലാന്റ് ആണിത്.
ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. നമുക്ക് സേഫായിട്ട് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും. നമുക്ക് ജിഫി ബാഗ് സെയിലിനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 50 mm ജിഫി ബാഗാണ് നമുക്ക് സെയിലിനുള്ളത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചാൽ മതി. അതുപോലെ വീണ്ടും പറയുന്നു, DTDC വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് അയക്കുക. പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കൃത്യമായി അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലാൻസ് കൈപ്പറ്റുക. ഈ ഒരു സമയത്ത് നമുക്ക് പ്ലാൻസൊക്കെ നട്ടുപിടിപ്പിക്കാൻ വളരെ ഈസിയാണ്. കാരണം അത്യാവശ്യം മഴയും വെയിലും എല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ പ്ലാൻസ് പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആയിരുന്നു. ഇതേപോലെ റേറ്റ് കുറച്ച് നമ്മൾ പ്ലാൻസ് ഇനിയും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മുടങ്ങാതെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.